നമസ്കാരം, അസൂസ് ആണ്. പ്രവാസികളുടെ ഓണം അത് എന്നും തീരില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അതെ, ഒമാനികളുടെ, ഞങ്ങൾ ഒമാനിലുള്ളവരുടെ ഓണപ്പരിപാടി തീർന്നിട്ടില്ല കേട്ടോ. അതെ, നമ്മളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ്റെ ഓണാഘോഷം. അതിനാണ് നമ്മളിവിടെ ഈ ദ ഗാർഡൻസ് ഷബറീസിൽ റുസൈലിൽ ചേർന്നിട്ടുള്ളത്. ഇന്ന് ഇവിടെ ആഘോഷമായി ഓണസദ്യ ഉണ്ട്, അതുപോലെ തന്നെ നല്ല കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെയായിട്ട് നമ്മൾ ഈ ഒരു 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ആഘോഷത്തിമർപ്പിലാണ്. ഓണം അസൂസ് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൽ എന്നും ഒരു ഗ്രഹാതുരത്വമാണ് ഈ പ്രവാസികൾക്ക് ഓണം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ദിനം. ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ്റെ ഒരു ചരിത്രത്തിലൊരു ദിനമായിട്ട് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒമാന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒമാൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ പാലിച്ചുകൊണ്ട് യാതൊരുവിധ കോട്ടവും തട്ടാതെ നമ്മൾ ഒമാൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു സംഘടനയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ മലപ്പുറം ജില്ലാ കൂട്ടായ്മ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ വടംവലിയായിട്ട് അല്ലെങ്കിൽ കസേരകളിയായിട്ടോട്ടെ എന്തെല്ലാം ആയിക്കോട്ടെ ഒരുപാട് പ്രോഗ്രാമുകൾ, സദ്യകൾ, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ലൊരു സപ്പോർട്ട് എല്ലാവരും ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഇതിനു വേണ്ടി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ഉണർത്തുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ ജസ്റ്റ് ഇരിക്കുന്ന ആളുകൾ ഒന്ന് സ്റ്റാൻഡ് ചെയ്യുക, ഒന്ന് നിൽക്കുക. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ ഒന്ന് കൈയടിക്കുക, 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈയടിക്കുക, 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം കൈയടിക്കുക. 2, 3, 4. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ മലപ്പുറം കൂട്ടായ്മയുടെ ആദ്യത്തെ ഓണ പ്രോഗ്രാമാണ്. പല പ്രശ്നങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം നമ്മളെല്ലാവരും പരസ്പരം പരിചയമുള്ള ആളുകളല്ല. എല്ലാവരും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് അഡ്മിൻസും പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ശരിക്കും ഔദ്യോഗികമായിട്ടുള്ളൊരു 3ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യം നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി, അതിനുശേഷം നമ്മളൊരു ഇഫ്താർ വിരുന്ന് നടത്തി. ഇപ്പോൾ ഓണം എന്നുള്ളത് നമ്മുടെ ഒമാൻ കൂട്ടായ്മയുടെ ഒമാൻ മലപ്പുറം കൂട്ടായ്മയുടെ ആദ്യത്തെ ഓണ പ്രോഗ്രാമാണ്. എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായിട്ട് അതാണ് പറയാനുള്ളത്. കാരണം എല്ലാവരും ജോലി ചെയ്യുന്ന ആളുകളാണ്, ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ആളുകളൊന്നും നമുക്കില്ല എന്നറിയാം. പിന്നെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലുള്ള ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. നമുക്കറിയാം കണ്ണൂരുകാരുടെ കയ്യിലും തൃശ്ശൂരുകാരുടെ കയ്യിലൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് അതിന് ക്ഷമ ചോദിക്കാൻ. കണ്ണൂരുള്ള ഓരോ മുക്കിലും മൂലയിലുള്ള കൂട്ടായ്മകളുണ്ട്. തലശ്ശേരിക്കാർക്ക് മാത്രം കൂട്ടായ്മയുണ്ട്. അവർ മാത്രം 500, 600 ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളിവിടെ ആരും ഇല്ലാതെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഞാൻ 2018 ഇവിടെ വരുന്നത്. 2018 വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് മലപ്പുറത്തുള്ള അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടുകാരൊക്കെ സൗദിയിലാണ്. സൗദി അറേബ്യയിലാണെങ്കിൽ നമ്മൾ ഓരോ വീട്ടിലും തൊട്ടടുത്തുള്ള അയൽവാസിയാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ സൗദിയിലുണ്ടാവും. പക്ഷെ ഒമാനിൽ നോക്കുമ്പോൾ ഒമാനിൽ ഞാൻ അറിയുന്നത് തന്നെ 4-5 ആളുകൾ മാത്രമാണ് എൻ്റെ പഞ്ചായത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2018 വന്ന സമയത്ത് ഇതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമൊക്കെ നടത്തിയിരുന്നു.
ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോവിഡൊക്കെ വന്നപ്പോൾ പിന്നെ അതില്ലാതായി. അങ്ങനെയാണ് എനിക്ക് ബാലേട്ടനും കുറച്ച് പേരെ പരിചയമുള്ളത്. ഇപ്പോൾ അതിനുശേഷം ഷിയാബ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മയിൽ എന്നൊക്കെ വെൽക്കം ചെയ്തു. ബാലേട്ടനടക്കമുള്ള സാമൂഹ്യ സേവന രംഗത്ത് വളരെ അധികം പരിചയമുള്ള ബാലേട്ടനെ പോലെ ആളുകളൊക്കെ നമ്മളെ കൂടെ വന്നപ്പോൾ എക്സ്പീരിയൻസും യൂത്തും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രോഗ്രാം നമുക്കിവിടെ ഔദ്യോഗികമായിട്ട് നടത്താൻ സാധിച്ചത്. ഞാൻ എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ OMDയിലെ അംഗങ്ങൾ അവരുടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മളോട് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ അംഗങ്ങളാണ്. ഓരോ മെമ്പേഴ്സിനോടും അതുപോലെ അവരുടെ ഫാമിലി, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാരും, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥി നോർക്കയുടെ ഡയറക്ടർ വിൽസൺ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആർദ്രമായി മലപ്പുറം കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു ഷാളണി ഒരു നല്ല കൈയടി. അടുത്തതായി ക്ഷണിക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ ഈ സാമൂഹിക സേവന രംഗത്ത് ഒരുപാട് വർഷത്തോളം ഒമാൻ്റെ പല മേഖലകളിലും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന റഹീം മറ്റുള്ളൂർ സാഹിബിനെയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമ്മുടെ മലപ്പുറം കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അബീബ് ഖാൻ, നല്ലൊരു കയ്യടി എടുക്കൂ. Next I am inviting Binod Kumar Das. He is always supporting us for all our event. He is from Lulu Exchange. He is the marketing head for Lulu Exchange. I invite Binod Kumar Das for a warm welcome, sir. അടുത്തതായി വിളിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതായിരിക്കും. മെഡിക്കൽ ക്യാമ്പ് നമുക്ക് അവസരം ഒരുക്കി തന്നതും മുന്നേ നമ്മുടെ പരിപാടിയിലൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ജില്ലക്കാരുടെ സംരംഭമായ അബീർ ഹോസ്പിറ്റൽ, മലപ്പുറത്തുകാരാണ് അതിൻ്റെ ഓണർ. അപ്പം നമ്മുടെ ഇതിൻ്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ക്ഷണിക്കുന്നത് ഡോക്ടർ വൈഷ്ണവ് രവീന്ദ്രനാഥ്. അദ്ദേഹമാണ് ഇന്ന് ഇവിടെ. നമുക്കറിയാം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പെട്ടെന്ന്, നമുക്കറിയാം നമ്മളൊക്കെ 40 വയസ്സിൻ്റെ ഒക്കെ താഴെയുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാളിൽ ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. എല്ലാവരും തന്നെ അത് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഷുഗർ ആണെങ്കിലും BP ആണെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. BP കൂടുതലുണ്ടെങ്കിൽ BP കുറക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓണത്തിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിലും കുടുംബത്തിലും സമൂഹത്തിലും നിറയട്ടെ. മലപ്പുറത്തിൻ്റെ അഭിമാനവും നമ്മുടെ ഒമാൻ ജീവിതത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് ഈ ഓണത്തിൽ വിരിയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂരിനടുത്തുള്ള ഇടക്കരയാണ് എൻ്റെ സ്വദേശം. ഇടക്കരക്കാരെങ്കിലും ഉണ്ട് ഇവിടെ? ഇല്ല, ആരുമില്ല. കുറഞ്ഞു പോയാൽ തോന്നലുണ്ടെങ്കിൽ മോശമൊന്നുമില്ല. പക്ഷേ പറഞ്ഞു വെറുതെ കൈയടിപ്പിച്ച് നിന്നെ ഉണ്ടാക്കണ്ട, ടോപ്പാക്കണ്ട. മലപ്പുറത്ത് അങ്ങനത്തെ പ്രശ്നം ഒന്നങ്ങ് പൊക്കിക്കൊടുത്ത് നമ്മളെന്താവും, പിന്നെ എങ്ങനെ കയറി പോയിക്കോളും. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ സംഗതികളുടെയും പിന്നിൽ എന്താണ്, നമ്മളൊന്ന് പൊങ്ങിച്ചു കൊടുത്താൽ പൊങ്ങുന്ന ആളുകൾ നമ്മൾ തന്നെയാണ്. ബാത്റൂമിനാകുണ്ടാവില്ല ഈ വരുംവരായികളൊക്കെ വ്യക്തികളെ വരച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയവരാണ്. തുടർന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആലിയ നമുക്കിടയിലെ ഒരു കൊച്ചു സൂപ്പർ സ്റ്റാറാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി നിലനിന്ന സമയത്താണ് ചെഗുവരയുടെ ഒരു ചിത്രം ആലിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്റ്റെൻസിൽ ആർട്ടിൽ പഠിച്ചിട്ടില്ലാത്ത ആലിയ തുടർന്ന് ഓൺലൈനിൽ തന്നെയാണ് സ്റ്റെൻസിലിന്റെ പരിശീലനം നേടുന്നത്.
ആദ്യമായി ചെഗുവേരയുടെ ചിത്രം വരച്ചുകൊണ്ട് തന്നെ കലാജീവിതത്തിന് തുടക്കം കുറിച്ചു. ഇതിനോടകം 100 കണക്കിന് പ്രമുഖരെയാണ് ഈ കൊച്ചുമിടുക്കി സ്റ്റെൻസിൽ ആർട്ടിലൂടെ അനശ്വരമാക്കിയത്. മണ്ടേല ആർട്ട്, അറബിക് കാലിഗ്രാഫി, ഡൂഡിൽ ആർട്ട്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവയെല്ലാം ഇവള് നൈപുണ്യം രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രാചീന കലാരൂപങ്ങളായ തെയ്യവും കഥകളിയും അക്രിലിക് വർണ്ണങ്ങളിൽ ഒറ്റ ചിത്രമായി സമന്വയിപ്പിച്ചുകൊണ്ട് അടുത്തിടെ ആലിയ വരച്ച ചിത്രം ഒമാനിൽ വളരെയധികം ശ്രദ്ധ നേടുകയുണ്ടായി. ഈ ചിത്രത്തിന്റെ ഒരു ഭാഗം വടക്കേ കേരളത്തിലെ ആചാരമായ ആഘോഷമായ തെയ്യത്തെ പ്രതിനിധീകരിച്ചു. അതിന്റെ ഉഗ്രമായ മുഖഭാവങ്ങൾ, സൂക്ഷ്മമായ മുഖചിത്രരചന, ഭംഗിയായ ദൈവീകമായ ശക്തിയെ ചിത്രത്തിൽ പകർന്നു കൊടുത്തു. തീവ്രതയും ആത്മീയതയും പ്രതിനിധീകരിക്കുന്ന ചുവപ്പും വെളുപ്പും നിറങ്ങൾ അതിനെ കൂടുതൽ ശക്തമാക്കുന്നു. വെറും 3 ദിവസത്തിനുള്ളിൽ ഈ കൊച്ചുമിടുക്കി പൂർത്തിയാക്കിയ ഈ അപൂർവ കലാസൃഷ്ടി കലയുടെ പ്രാവീണ്യവും കേരളത്തിന്റെ പാരമ്പര്യത്തോടുള്ള അഴകുള്ള ബോധ്യവുമാണ് പ്രകടിപ്പിക്കുന്നത്. ആലിയയെ ഈ വേദി ധന്യമാക്കിയതിൽ വളരെ അധികം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ആലിയ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികളെ വരച്ചിട്ടുണ്ട്. അത് ആലിയ തന്നെ അവരുടെ കൈയോടുകൂടി തന്നെ അവർക്ക് കൈമാറുന്നതാണ്. അതിനുവേണ്ടി ആലിയയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം കൈമാറുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റായ വിൽസൺ ജോർജ് സാറിനാണ്. സർ പ്ലീസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് മൂമെന്റ്. നിങ്ങളുടെ കയ്യടി നിർബന്ധമായിട്ടും ആ കൊച്ചുമിടുക്കി കൊടുക്കണം. നമ്മുടെ റഹീം ബട്ലു സാറിനാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ വൈഫിനോട് ചോദിക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ്? പിന്നെ ചെറുപ്പാക്കിയതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതിനി വിളിക്കുന്ന 2 പേര് കുറച്ച് സർപ്രൈസ് ആണ്. അവര് പോലും ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അറിഞ്ഞിട്ടില്ല. സോ നിങ്ങളുടെ കയ്യൊരു നല്ല പോലെ വേണം. നമ്മുടെ സ്വന്തം ബാലേട്ടന്റെ ഗിഫ്റ്റാണ് ഇവിടെ അവർ കൈമാറാൻ പോകുന്നത്. ബാലേട്ടൻ ഇതുവരെ ഈ ന്യൂസ് അറിഞ്ഞിട്ടില്ല. പ്ലീസ് ബാലേട്ട അത് റിസീവ് ചെയ്യാം. ചിരിക്കുന്ന ബാലേട്ടൻ ഓരോ പിക്ചർ കാണിക്കൂ പ്ലീസ്. അടുത്തത് നമ്മുടെ എല്ലാമെല്ലാമായ ഷമീർക്കാക്ക് തന്നെയാണ്. ഷമീർക്കും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്രയും സർപ്രൈസ് ആക്കി തന്നെ കൊണ്ടുവന്നായിരുന്നു. ഷമീർ കാ പ്ലീസ്. ഷമീർ ഭായ് നമ്മളെ മസൂന്റെ മാർക്കറ്റിംഗിലാണ്. പുള്ളിയാണ് നമ്മുടെ എല്ലാ പരിപാടിക്കും ജ്യൂസ്, ഐസ്ക്രീം, ഒരു പരിപാടിക്കും നോൺ അദ്ദേഹം പറയാറില്ല. ഒരു പ്രത്യേക കയ്യിൽ എടുക്കാം. ഇടയിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ പോലും അറിയാതെ ഇത്ര സർപ്രൈസ് ആയിട്ട് ചെയ്തപ്പോ എല്ലാം കിളി പോയി എന്നറിയില്ല നമ്മുടെ മലപ്പുറം ഭാഷയില്. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. താങ്ക് യു അലിയ. ഇനിയും ഒരുപാട് പേരുകളിൽ എത്തിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മോളെ കണ്ടത് മോളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടത് നാളെ നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഈ മലപ്പുറത്തിന്റെ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഇതേപോലെ തരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി.
ഒട്ടിച്ചു വെച്ചിട്ടില്ല. റയാൻ രാജ്, റയാൻ റോജിയോ? ആ റയാൻ റോജി തോമസ്. അപ്പൊ ഇനി സെക്കൻഡ് വീഡിയോ ഒറ്റ നിൽക്കാൻ പാടില്ലേ? മെൽബിൻ 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 ഇത് ഇയാള് കൊടുത്താണ്. മോളൊന്നെടുത്ത എന്ത് പേര്? പ്രമോദ്. പ്രമോദാണ്. ഫസ്റ്റ് പേജിന്റെ നമ്പർ വായിക്കാണ്. മിസ്റ്റർ പ്രമോദ് 98655950. അതെ, സെൽമത്ത ഇത് ആദ്യമായിട്ട് ഉറിയടിക്കാൻ വേണ്ടി തയ്യാറായി വരികയാണ്. കുട്ടി 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 കുട്ടികളെ മാറ്റാം. അതെ, സെൽമത്ത മുന്നേക്ക് പോരെ. ലെഫ്റ്റിക്ക് തിരി, ലെഫ്റ്റിക്ക് ഇങ്ങോട്ട് മാറ്റാം. അവയൊക്കെ ഊരൊക്കെ കയറിട്ടേക്കണേ. ഊരവേദന മാറാൻ വേണ്ടിയിട്ട് തോന്നും. അടുത്ത സിയാബ് ഫുള്ള് കമ്പാറ്റ് ടീം. തോറ്റാല് 8-4 തോറ്റു എന്ന് പറയാ. ഉള്ള മല്ലന്മാർ നിയാസിന്റെ തിരിഞ്ഞിക്കണേ. വിട്ട് കൊടുക്കൂല, വിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ക്യാമറയൊക്കെ തട്ടി പോകുന്നുണ്ട്. ഇവിടെ അതുപോലെ വീണ്ടും പരീക്ഷിക്കുന്നത് ഷജറ നമ്മുടെ മലപ്പുറത്തിന്റെ ഫേമസ് കവിയാണ്. കവി എത്രയാണ്? ഷജറ ഇതാ